latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കണ്ണൂരിലെ പയ്യന്നൂർ, രാമന്തളി പ്രദേശങ്ങളിൽ CPM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിനിടെ നടന്ന ബോംബേറിൽ 8 DYFI പ്രവർത്തകർക്ക് പരിക്കേറ്റു. RSS ഓഫീസുകൾക്കും പ്രവർത്തകരുടെ സ്ഥാപനങ്ങൾക്കും CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും ആക്രമണം നടന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5ഓടെ രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ കക്കമ്പാറയിലാണ് ബോംബേറുണ്ടായത്. ബോംബേറിൽ പരിക്കേറ്റ കാട്ടിക്കുളം സ്വദേശികളായ NPK നജീബ്, TP അൻസാർ, മുഹമ്മദ് ഹബീബ്, MP സുബൈർ, TK ബഷാഹിർ, ഷമിൽ, AMP മുഹമ്മദ്, M അഷ്ഫാഖ് എന്നിവരെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഘർഷത്തെ തുടർന്ന് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇന്ന് BJP ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJP RSS ഓഫീസുകൾക്ക് നേരെയും പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഹർത്താലെന്ന് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും അറിയിച്ചു. പത്രം, പാൽ എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. RSS പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയ CV ധനരാജിന്റെ 1ാം ചരമവാർഷികാചരണം കഴിഞ്ഞ ദിവസം വൈകിട്ട് കുന്നരു കാരന്താട്ട് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വാഹനങ്ങളിൽ വരികയായിരുന്ന പ്രവർത്തകർക്ക് നേരെ കക്കമ്പാറ കുതിരക്കല്ലിൽ വെച്ച് RSS പ്രവർത്തകർ ബോംബെറിയുകയായിരുന്നുവെന്ന് CPM നേതാക്കൾ പറഞ്ഞു. 4 സ്റ്റീൽ ബോംബ് എറിഞ്ഞതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ സംഭവത്തിന് ശേഷം വൈകിട്ട് 6ഓടെ പയ്യന്നൂരിൽ വ്യാപകമായ അക്രമം അരങ്ങേറി. മുകുന്ദ ആശുപത്രിക്ക് സമീപത്തെ RSS കാര്യാലയവും തൊട്ടടുത്ത BJP ഓഫീസും തകർത്തു. RSS കാര്യാലയമായ രാഷ്ട്രമന്ദിരത്തിന് ബോംബെറിഞ്ഞ ശേഷം തീയിട്ടു. ഉൾഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. മുറ്റത്തുണ്ടായിരുന്ന ബൈക്കും അഗ്നിക്കിരയാക്കി. തൊട്ടടുത്ത BJP ഓഫീസ് പ്രവർത്തിക്കുന്ന മാരാർജി മന്ദിരത്തിന്റെ വാതിലുകളും ജനൽ ഗ്ലാസും അടിച്ചു തകർത്തു. തീയണയ്ക്കാനെത്തിയ പയ്യന്നൂരിലെയും പെരിങ്ങോത്തെയും അഗ്നിശമന സേനാ വാഹനങ്ങൾ 100ഓളം വരുന്ന സംഘം ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചതായി അധികൃതർ പറഞ്ഞു. പയ്യന്നൂരിലും കക്കമ്പാറയിലും അക്രമം പടരാതിരിക്കാൻ വൻ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട BMS നേതാവ് CK രാമചന്ദ്രന്റെ 1ാം ബലിദാന ദിനം ഇന്ന് അന്നൂരിൽ നടക്കാനിരിക്കെയാണ് ബോംബേറും തുടർന്നുള്ള സംഘർഷവും അരങ്ങേറിയത്. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. For latest news, like it, share it and subscribe to One India Malayalam.